അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസത്തിലെ അവസാനത്തെ 10 ഞാൻ നിലകൊള്ളുന്നത്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മോട് സലാം ചൊല്ലി പിരിയാൻ പോകുകയാണ്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ അവസാനത്തെ 10 21 രാവിലാണ്. പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവിലും കൂടിയാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമാലുകൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇതിന് മുൻപ് റജബ് മാസത്തിലെ ചൊല്ലേണ്ട ദിക്റുകൾ, റജബ് മാസത്തിന്റെ പവിത്രതകൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് പോയി കാണാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മള് ചൊല്ലാൻ പോകുന്നത് റജബ് മാസത്തിൽ അവസാനത്തെ 10 ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളാണ്. പ്രധാനപ്പെട്ട ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമുക്ക് കൂട്ടമായിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സ്വലിഹായ പ്രവർത്തനങ്ങൾ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, നമ്മൾ ചെയ്യുന്ന അമാലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇത് കാരണം അള്ളാഹു അകറ്റി തരുമാറാകട്ടെ. ഈ ദിക്ർ ചൊല്ലി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അള്ളാഹു അതെല്ലാം അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് കടക്കാം. എന്താണ് റജബ് മാസത്തിൽ അവസാനത്തെ 10 നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം ഞാൻ ചൊല്ലിത്തരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റുചൊല്ല. അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ നോക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരു 100 പ്രാവശ്യം ഏറ്റുചൊല്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹിർ റഊഫ്, 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 സുബ്ഹാനല്ലാഹിർ റഊഫ്,
الرؤوف سبحان الله 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 الرؤوف ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഒരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് അല്ലാഹു നമ്മളെ മടക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ കരുതി, എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും മനസ്സിൽ കരുതി പോയി കണ്ണം അങ്ങനെ പറഞ്ഞ ആളുകൾ പ്രയാസമാണ് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ പറഞ്ഞ ആളുകൾ ബുദ്ധിമുട്ടിലാണ് തങ്ങളെ ദുആ ചെയ്യുന്നത് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ ആളുകളും എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും ഓരോ പ്രയാസങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും പരിവട്ടനങ്ങളും വല്ലായ്മകളും പോരായ്മകളും എല്ലാം മനസ്സിൽ കരുതാ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തേടിക്കോളി. ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം ഞാൻ ചൊല്ലാം. എല്ലാവരും ഏറ്റുചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 33 പ്രാവശ്യം എല്ലാവരും ഏറ്റുചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് അകറ്റി തരുമാറാകട്ടെ. അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇൻഷാ അല്ലാഹ് ഇനി ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനികൾ ഓതി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ 21-ാം രാവിലാണ്. വിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവിലും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ തേട്ടം അല്ലാഹു വെറുതെ ആക്കില്ല, അല്ലാഹു വെറുതെ ആക്കില്ല. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് സൂറത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് കൂടെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇൻഷാ അല്ലാഹ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മുഅവ്വിദത്തൈനി ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോട് കൂടി ഇൻഷാ അല്ലാഹ് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പൈശാചികമായും മാനസികമായിട്ടുള്ള സിഹർ പോലുള്ള കണ്ണേറ് പോലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി തീരണം. ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله നമുക്ക് ഒരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് അവിടുത്തെ റൗള ഷരീഫിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥതയോടുകൂടി നല്ല രാവാണ്, നല്ല നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന നല്ലൊരു രാവിലാണ് ഞാൻ നിലകൊള്ളുന്നത്. എന്താണ് 21-ാം രാവും പിന്നെയോ വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ദുആക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്ക് നിങ്ങൾ ചൊല്ലിക്കോളി ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ല. ഞാൻ ചൊല്ലിത്തരാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏറ്റു ചൊല്ല. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു മഹാന്മാര് ചൊല്ലിയതാണ്, നമ്മോട് ചൊല്ലാൻ കൽപ്പിച്ചതുമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم നമ്മൾ ചൊല്ലിയ സ്വലാത്തിന് അർപ്പപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് അല്ലാഹു എത്തിക്കണേ തമ്പുരാനെ, എത്തിക്കണേ തമ്പുരാൻ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അതുകൊണ്ട് അല്ലാഹു നീ നീക്കി തരണേ. ഇതിൽ വീഡിയോ കാണുന്ന ധാരാളം ആളുകൾ പല പ്രയാസം കൊണ്ടാണ് ഈ തങ്ങളെ വീഡിയോ കണ്ടത്. വീഡിയോ എടുത്ത് കണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലാഹ് നീ അകറ്റി തരണേ. അല്ലാഹ് നീ അകറ്റി തരണേ തമ്പുരാനെ. ഒരു സലാമത്തിന്റെ ഒരു കവാടം അല്ലാഹ് ഞങ്ങളെ തൊട്ട് നീ തുറക്കണേ. അല്ലാഹ് നീ തുറക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ അല്ലാഹുവേ, ഇഖ്ലാസ് സൂറത്ത് മുഅവ്വിദത്തൈനികൾ അല്ലാഹുവേ, അതിന്റെ ഹഖ് ബർക്കത്തുണ്ട് അല്ലാഹ്. ഞങ്ങൾ സകലമാന മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ ദൂരീകരിക്കണേ. അല്ലാഹ് നീ ദൂരീകരിക്കണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് അല്ലാഹ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിനെ പറ്റി പറഞ്ഞത് റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോളി, ആമീൻ പറഞ്ഞോളി. ഇത് റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഈ അല്ലാഹുവിന്റെ മാസത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചോളി, അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹുവിനോട് ചോദിച്ചോളി, അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ, അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൂട്ടമായിട്ട് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞവർ കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും ഇവിടത്തേക്ക് നേരിട്ട് വന്നുകൊണ്ട് പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം ആളുകളുണ്ട്. ചികിത്സക്ക് തേടി നേരിട്ട് വന്ന് പറഞ്ഞ് പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا عزيز يا جبار يا متكبر يا خالق يا رافع يا مذل يا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. أرحم الراحمين يا രാജാതിരാജനായ يا ملك الجبار يا മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ അംബിയാക്കള് ഔലിയാക്കള് സലഫ് സ്വാലിഹീങ്ങൾ ആബിദീങ്ങൾ മുഫസ്സിരീങ്ങൾ മുസന്നിഫീങ്ങൾ അല്ലാഹുവിന്റെ ഹഖ് ബർക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ തേട്ടം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ തേട്ടം വെറുതെയാക്കല്ല അല്ലാഹ്, വെറുതെയാക്കല്ല തമ്പുരാനെ. നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ തമ്പുരാനെ.
വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് അല്ലാഹ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, 21-ാം രാവിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിൽ സകലമായ മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും, ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹ് നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. പരിപൂർണ സലാമത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ദുനിയാവിലിട്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. മാരകമായ പ്രയാസങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. കടങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ എടങ്ങിനാക്കല്ല അല്ലാഹ്, എടങ്ങിനാക്കല്ല തമ്പുരാനെ. ഞങ്ങളെ ജീവിതത്തെ ഒരു കുടുസാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തെ ഒരു കുടുസാക്കല്ല തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. ഞങ്ങൾ നയിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അവസ്ഥ, അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്, ഞങ്ങളെ മാറ്റല്ല തമ്പുരാനെ. മാരകമായ ക്യാൻസർ രോഗം അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അത്തരം അവസ്ഥ, ക്യാൻസറിന്റെ അണു ഞങ്ങളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇസ്സാഅത്ത് മുതൽ അല്ലാഹ് നീ കരിയിച്ച് കളയണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ ഇഖ്ലാസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനിയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അത്തരം പ്രയാസങ്ങൾ, അത്തരം രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ട്യൂമർ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. അറ്റാക്ക് അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. മാരകമായ ട്യൂമർ, അറ്റാക്ക് പോലുള്ള ബ്ലഡ് ട്യൂമർ പോലുള്ള, ബ്ലഡ് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ഊരവേദനയാണ്, കാലുവേദനയാണ്, നെഞ്ചുവേദനയാണ്, കിഡ്നിയുടെ പ്രയാസങ്ങളുണ്ട്, തങ്ങൾ ദുആ ചെയ്യണം. തൈറോയിഡിന്റെ പ്രയാസങ്ങളുണ്ട്, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചും വിളിച്ചും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ തമ്പുരാനെ, നിനക്കറിയാമല്ലോ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും, എല്ലാ രോഗങ്ങളും അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ലേ അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ ഭാര്യയെ നീ അല്ലാഹ് വിധവയാക്കല്ലേ തമ്പുരാനെ. മക്കളെ യതീമുകളാക്കല്ലേ അല്ലാഹ്, യതീമുകളാക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ അല്ലാഹു ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ ആക്സിഡന്റുകൾ തന്ന് റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് വിളിച്ചു പറയുന്ന ആളുകൾ, മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, ധാരാളം ആളുകളുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ തമ്പുരാനെ, വീണ്ടും വീണ്ടും പറയാനുള്ളത് അല്ലാഹ് അവരുടെ എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ഹസനാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹസനാക്കി കൊടുക്കണേ തമ്പുരാനെ. തങ്ങളെ വീടില്ല, ഒരു വീടിന് വേണ്ടി തങ്ങൾ മജ്‌ലിസിൽ ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, സൂറത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഒരു റാഹത്തായ ഒരു വീട് നൽകണേ അല്ലാഹ്, ഖൈറായ ഒരു ഭവനം അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ ജോലിയിൽ തങ്ങൾ ദുആ ചെയ്യണം ബർക്കത്ത് ലഭിക്കാൻ. ധാരാളം ദൂരയിൽ നിന്നുള്ള ദൂരപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്,
ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ മജ്ലിസിനെയും ഞങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. അല്ലാഹ് ഭർത്താവിന്റെ ജോലിയിൽ ഖൈറ് നൽകണേ അല്ലാഹ്, ഖൈറ് കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ തമ്പുരാനെ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ദുരിതങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലാഹുവേ, അവരെ നീ കൊയക്കല്ലേ അല്ലാഹ്, അവരെ കൊയക്കല്ലേ തമ്പുരാനെ. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്, പ്രയാസകരമാക്കല്ലേ തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്നൊരവസ്ഥ അല്ലാഹുവേ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ തമ്പുരാനെ. ധാരാളം ദ്വീപ് നിവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. അർഹമുർ-റഹീമീനായ അല്ലാഹ് അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ദുരിതങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, കൊടുക്കല്ല തമ്പുരാനെ. ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ, ഒരുമാക്കും സ്തനർബുദം കൊടുക്കല്ല അല്ലാഹ്, സ്തനം മുറിച്ചു മാറ്റുന്നൊരവസ്ഥ ഒരുമാക്കും കൊടുക്കല്ല അല്ലാഹ്, ഒരുമാക്കും കൊടുക്കല്ല തമ്പുരാനെ. അവരെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മഹദിയായ ഫാത്തിമ ബിവിയോടുകൂടെ, ഖദീജ ബിവിയോടുകൂടെ, ആയിഷ ബിവിയോടുകൂടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടുകൂടെ അല്ലാഹുവേ അവരെയും നീ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്, അവരെയും നീ സ്വർഗ്ഗത്തിൽ കടത്തണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ അല്ലാഹ് നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ തമ്പുരാനെ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി അല്ലാഹ്, അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നത് പോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നും ഖബറിലാണ് അല്ലാഹ്. ഖബർ ജീവിതം നീ റാഹത്തിനാക്കണേ അല്ലാഹ്, കണ്ടെത്താ ദൂരത്തോളം ഖബർ നീ വിശാലത കൊടുക്കണേ അല്ലാഹ്, വിശാലത കൊടുക്കണേ തമ്പുരാനെ. മറോടണച്ച മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നും ഖബറിലാണ് അല്ലാഹ്. ഉമ്മാന്റെ ഖബർ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാഹ്, നീ ഖൈറിലാക്കണേ തമ്പുരാനെ. കണ്ടെത്താ ദൂരത്തോളം ഖബറിൽ നീ വിശാലത കൊടുക്കണേ അല്ലാഹ്, വിശാലത കൊടുക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും, ഉണക്കട്ടി ഞങ്ങളെ കൊടുക്കും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മുക്കിൽ പഞ്ഞി തിരിക്കപ്പെടും. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജനാസ വയ്യോരങ്ങളിലൂടെ, ഞങ്ങളുടെ ജനാസ വയ്യോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ തമ്പുരാനെ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാടിയാക്കണേ അല്ലാഹ്, അമാലുകളെ കൂട്ടാടിയാക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك.